Yes, Clancy. Good afternoon. Good afternoon, sir. Yes, good afternoon. Racing Clickers. Shiny Feroz. Good afternoon. Good afternoon, sir. Yes, good afternoon. Haridha. Haridha ശബ്ദമൊക്കെ എത്രയും നാളായി. Merlin, Barsana. Good afternoon. Good afternoon, sir. Good afternoon, sir. Okay, Salina. Okay, Fatima. Good afternoon. Rosida. Good afternoon. Yes. About കുറച്ച് ദിവസം കല്യാണി. Good afternoon. Yes. Bijili, good afternoon. Sharanya, you, good afternoon. Yes. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയെല്ലാം ആയിരുന്നു ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പരീക്ഷയൊക്കെ ഭംഗിയായിട്ട് എഴുതി കാണുമെന്ന് എനിക്കറിയാം. യെസ്. കാരണം ഓക്കെ ഫർസാന, ഓക്കെ പ്രീതി, ഹരിത. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ശരണ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്. അപ്പൊ ഇന്ന് ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോ വ്യാഴാഴ്ച ടീച്ചർ എടുക്കും കേട്ടോ. യെസ്, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഷാനി ഫിറോസ്. യെസ്, ഷാനി ഫിറോസിന്റെ പഠിപ്പിക്കലിന്റെയൊക്കെ ഗുണം കിട്ടിയില്ല എല്ലാവർക്കും. മെർലിൻ, ഹരിത, പ്രീതി. യെസ്, ഇത് കൂടുതൽ എന്ത് വേണം ഷാനി? യെസ്. ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓ, ഷീ ഈസ് ദ ടോപ്പർ. തസ്മി പറയുന്നു ഷാനിയാണ് ടോപ്പർ എന്നാണ് പറയുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. ജീവിതത്തിൽ ഉയർന്നു വരിക, ഉയർന്നു പോകുക, കയറി ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി അത് കയറി പോകും. യെസ്, പോകുമ്പോഴും നമ്മളെല്ലാവരെയും എന്ത് ചെയ്യുക, ഒന്ന് പരിഗണിച്ച് പോവുക. കാരണം എന്താണെന്ന് അറിയാം, അപ്പോൾ ആൾക്കാർ പറയുള്ളൂ, ഓ അഹങ്കാരം ഇല്ലാത്ത നല്ല കുട്ടിയാണ്. യെസ്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു എന്നുള്ളത്. യെസ്. അപ്പൊ അങ്ങനെ എപ്പോഴും എല്ലാവരും അങ്ങനെ ചേർത്ത് നിർത്തുന്നു. നമ്മളെപ്പോഴും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത, ചില ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോഴേ അവിടുത്തെ പിയൂണിനും ക്ലർക്കിനൊക്കെ ഭയങ്കര അഹങ്കാരങ്ങളാണ്. എല്ലായിടത്തും ഉണ്ട്, ചില കേസുകളിലാണ് എല്ലായിടത്തും. പക്ഷെ അവിടുത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെ ചെന്ന് ചിലപ്പോൾ നമ്മൾ PTM എടുക്കും, ഭയങ്കര സിമ്പിൾ ആയിരിക്കും. നമ്മൾ പേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകില്ല. ഭയങ്കര സിമ്പിൾ ആയിരിക്കും, വളരെ കാര്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക, എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുകയും ചെയ്യും. പക്ഷെ അവിടുത്തെ പ്യൂണിന്റെയും ക്ലർക്കിന്റെയും ഗവ കാണപ്പെട്ടില്ല. ഇത്രയും എപ്പോഴും ഫലങ്ങൾ കൂടുമ്പോ മരം എന്ത് ചെയ്യും? ഇപ്പൊ മാങ്ങയൊക്കെ അധികം ഉണ്ടെങ്കിൽ കൊമ്പ് പയ്യൊന്ന് ചായും. ആ ചായുന്നത് എന്തുകൊണ്ടാണ്? അതിൽ മാങ്ങയുടെ എണ്ണം കൂട്ടിയത് കൊണ്ടാണ്. അത് എളിമയാണ്. ആ ചായ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗുണമുള്ളത് കൊണ്ടാണ് അത് ചായുന്നത്. യെസ്, അതുപോലെ ഇരിക്കണം. യെസ്, ഈ പേഴ്സണാലിറ്റി അല്ല, അതിന് വേറെ വാക്കാണ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയും. യെസ്, ഇൻഡിവിജ്വാലിറ്റി. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ രൂപമോ ഭാവമോ ഒക്കെ മനസ്സിലാ, അതൊന്നുമല്ല. അതിന്റെ അപ്പുറത്തേക്കൊരു സംഗതിയുണ്ട്, അതാണ് ഇൻഡിവിജ്വാലിറ്റി. യെസ്, ചില ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഭംഗി നോക്കിയിട്ടല്ല, അവരുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. ശരിയല്ലേ? യെസ്, ആ നിലപാട് നമ്മൾ ഒരുപാട് കറക്റ്റ്. യെസ്, അവരെടുക്കുന്ന നിലപാട്, അതിൻ്റെ അകത്ത് നമ്മളൊരു സൗന്ദര്യം കണ്ടെത്തും. യെസ്, ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നിങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള സൗന്ദര്യമുണ്ട്, അദ്ദേഹം വേറെ മറ്റു പുറത്തല്ല. എന്നാലും പ്ലസ് ഒരു അഡീഷണൽ സൗന്ദര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടറായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ചില നിലപാടുകളായിരിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവായിരിക്കും. അത് ഫാത്തിമത്തിനെ ഏൽപ്പിച്ചാൽ മതി എന്നാലേ നടക്കൂ, അല്ലേ? അത് കല്യാണി ഏൽപ്പിച്ചാൽ മതി എന്നാലേ കാര്യങ്ങൾ ഭംഗിയാവും എന്ന് ചിന്തിക്കുന്നിടത്തല്ലേ, അത് നിങ്ങളുടെ വിജയമാണ്. യെസ്, വെരി ഗുഡ്. അപ്പൊ പേടിക്കണ്ട, നിങ്ങളുടെ ഭയങ്കര സംഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച
മോണ്ടിസോറി 10th ബാച്ചിന്റെയും 11th ബാച്ചിന്റെയും ഫോർ വെക്കേഷൻസ് കൂടിയാണ്. അപ്പൊ അവരുടെ അഭിപ്രായം ഒരു കുട്ടി അവരുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി പറഞ്ഞു. അവിടെ എന്താണ് ഇവിടെ വന്നതിന് ശേഷം ഈ ക്ലാസ് ചേർന്നതിന് ശേഷം അവർക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് അവർ പറഞ്ഞു. യെസ്, അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് ഫീഡ്ബാക്ക് പറയാനായിട്ട് സമയമുണ്ട്, ഇതല്ല സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് മൈക്ക് വെച്ച്. യെസ്, എന്താണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. ആ എക്സ്പീരിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ അതിന്റെ ഭർത്താവിനും അതൊരു താങ്ക്സ് പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു, പക്ഷെ എനിക്ക് മറക്കാതെ പറയേണ്ട ഒരു താങ്ക്സ് ഏറ്റവും പുറകിൽ അവിടെ ഇരിക്കുന്ന എന്റെ ഭർത്താവിനാണ്. യെസ് എന്നും പറഞ്ഞിട്ട് അവര് പറഞ്ഞു. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. യെസ്, ഒരുപാട് എക്സ്പീരിയൻസ് പറയാൻ നിങ്ങൾക്കുണ്ടാവും ഇവിടെ നിന്ന് പോകുന്നു. യെസ് അല്ലേ ഹരിത? യെസ്, ഓക്കെ ഹരിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചായിരുന്നു. ടെൻസുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തില് നിങ്ങളപ്പോ കുറച്ച് ദിവസത്തെ പരീക്ഷയുടെ തിരക്കിലൊക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞത് 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇങ്ങനെ 6 എണ്ണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ടേക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തിട്ട് ഞാൻ ഈ 6ന്റെ അകത്തുള്ള അർത്ഥത്തിലൂടെ ഒന്ന് പോവുകയാണ്. ടേക്ക്, എടുക്കുക. സിമ്പിൾ പ്രസന്റ് വരുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ ഞാൻ എടുക്കും. സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോൾ ഞാൻ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയായിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇതേ വാചകം തന്നെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റിൽ ഞാൻ എടുക്കാറില്ല, സിമ്പിൾ പാസ്റ്റിൽ ഞാൻ എടുത്തിട്ടില്ല, സിമ്പിൾ ഫ്യൂച്ചറിൽ ഞാൻ എടുക്കില്ല, പ്രസന്റ് കണ്ടിന്യൂസിൽ ഞാൻ എടുക്കുകയാകുന്നില്ല, പാസ്റ്റ് കണ്ടിന്യൂസിൽ ഞാൻ എടുക്കുകയായിരുന്നില്ല. ഇതേ വാചകം തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എടുക്കാറുണ്ടോ, സിമ്പിൾ പ്രസന്റിൽ എടുക്കാറുണ്ടോ, സിമ്പിൾ പാസ്റ്റിൽ എടുത്തോ, സിമ്പിൾ ഫ്യൂച്ചറിൽ എടുക്കുമോ, പ്രസന്റ് കണ്ടിന്യൂസിൽ എടുക്കുകയാകുന്നോ, പാസ്റ്റ് കണ്ടിന്യൂസിൽ എടുക്കുകയായിരുന്നു. യെസ്, ഞാൻ ഒരേ വാചകം കൊടുത്ത് പറഞ്ഞതാണ്. യെസ്, സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് will അല്ലെങ്കിൽ shall വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് is അല്ലെങ്കിൽ am അല്ലെങ്കിൽ are വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് was അല്ലെങ്കിൽ were വെർബ് പ്ലസ് ing. ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് be പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തതാണ്. കുറെ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. യെസ്, അപ്പൊ അത് മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സുഖം മറന്നിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും യെസ്, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്താന്ന് വിചാരിച്ചാൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ചാണ്. സബ്ജക്റ്റ്, will അല്ലെങ്കിൽ shall, പിന്നെ be, പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ ing. സബ്ജക്റ്റ്, will അല്ലെങ്കിൽ shall, പിന്നെ be, പിന്നെ വെർബ്, അതിന്റെ കൂടെ ing. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞത് ആയിരിക്കും എന്നാണ്. They will be working, അവർ ജോലി ചെയ്യുകയായിരിക്കും. She will be teaching, അവൾ പഠിപ്പിക്കുകയായിരിക്കും. The students will be studying, കുട്ടികൾ പഠിക്കുകയായിരിക്കും. യെസ്, അപ്പൊ നമുക്ക് ആയിരിക്കും എന്ന് പറയാം. ഇനി നമ്മൾ പറയുന്നത് അതിന്റെ തന്നെ നെഗറ്റീവ് വാചകമാണ്. നെഗറ്റീവ് വാചകം. ഇപ്പൊ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് ചെയ്യണം. ആ നോട്ട് ചേർക്കേണ്ടത് വില്ലിന്റെയും
ബിയുടെയും ഇടയിൽ ചേർത്ത്. വിൽ ബി നോട്ട് അല്ല, വിൽ നോട്ട് ബി, അതാണ് കറക്റ്റ്. വിൽ ബി നോട്ടോ നോട്ട് വിൽ ബി അല്ല, വില്ലിന്റെയും ബിയുടെയും ഇടയിൽ, അല്ലെങ്കിൽ ഷാലിന്റെയും ബിയുടെയും ഇടയിൽ. ഇപ്പൊ നമുക്ക് പറയാം, നാളെ ഞാൻ പഠിപ്പിക്കുകയായിരിക്കില്ല. ടുമാറോ ഐ വിൽ നോട്ട് ബി ടീച്ചിങ്. ടുമാറോ ഐ വിൽ നോട്ട് ബി ടീച്ചിങ്. ടുമാറോ ഐ വിൽ നോട്ട് ബി ഹിയർ. നാളെ ഞാൻ ഇവിടെയായിരിക്കില്ല. യെസ്, നമുക്ക് പറയാം. അപ്പൊ വില്ലിന്റെയും ബിയുടെയും നടുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ചെയ്യണം. വിൽ നോട്ട് ബി. നമുക്ക് വേറെ പറയാം, ഷീ വിൽ നോട്ട് ബി കണ്ടിന്യൂയിങ് ഹിയർ. നാളെ അവൾ ഇവിടെ തുടരുകയായിരിക്കില്ല. ഐ വിൽ നോട്ട് ബി യൂസിങ് ദാറ്റ്. ഞാനത് ഉപയോഗിക്കുകയായിരിക്കില്ല. ദേ വിൽ നോട്ട് ബി റിപ്പീറ്റിംഗ് ദ മിസ്റ്റേക്ക്. അവർ ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുകയായിരിക്കില്ല. യെസ്. അപ്പൊ വില്ലിന്റെയും ബിയുടെയും ഇടയിൽ ഒരു നോട്ട് ചേർക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? അതൊരു നെഗറ്റീവ് വാചകമായിട്ട് മാറുന്നു. വിൽ നോട്ട് ബി. യെസ്. ഫർസാന വിൽ, ഫർസാന അല്ല, ഷാനി ഫിറോസ്. യെസ്, ഷാനി ഫിറോസ് വിൽ നോട്ട് ബി വരുന്ന വാചകം എന്ന് പറഞ്ഞു. നാളെ ഈ സമയത്ത് അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ മതി. I will not be able to attend the class on tomorrow. I will not be able to attend a class on tomorrow. സെന്റൻസ് കറക്റ്റ് ആണ്. കാരണം അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ടെൻസ് ആയില്ല. എന്തുകൊണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അകത്ത് ഒരു സ്ഥലത്തും ING വന്നില്ല. I will not be able to attend the class tomorrow. അവിടെ ING ഇല്ല. പക്ഷെ അതെന്തായാലും സിമ്പിൾ ടെൻസ് ഇപ്പൊ പറയുന്നത്. അല്ല, ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി വെർബ് പ്ലസ് ING. ഷാനി ഫിറോസ് പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ അത് ഇങ്ങോട്ട് പോയി സിമ്പിൾ ഫ്യൂച്ചറോട് പോയി. ഓക്കെ, കണ്ടിന്യൂ. He will not. Okay. ഒരു മിനിറ്റ് സാർ, ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പോയിന്റ് ഒന്നും ക്ലിയർ ആവുന്നു. ഓക്കെ സാറല്ലേ പറയുന്നത്. ഹരിത, ആർ യു റെഡി? സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാൽ വേണം, ബി വേണം, പിന്നെ വെർബിന്റെ കൂടെ ING വേണം. ഓക്കെ, പറഞ്ഞോ ഹരിത. Will you teach me? Will you be teaching? അപ്പൊ സീനു പറയുന്നു I will not be. സീനു കറക്റ്റ് ആണ്. ആ അറ്റൻഡിന്റെ കൂടെ ഒരു ING കൂടി ചേർത്ത്. I will not be attending. കേട്ടോ? Yes. Will വരണ്ട. Okay. Sir, will you go to able to the park? Will you go to able to the park tomorrow? നമ്മളെ വില്ല ആദ്യം വരുന്നില്ല. അത് നമ്മൾ പറഞ്ഞിട്ടില്ല ഹരിത. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇതിപ്പോ നമ്മൾ നെഗറ്റീവ് ആണ് പറഞ്ഞത്. വില്ലിന്റെയും ബിയുടെയും ഇടയിൽ ഒരു നോട്ട് വരാം. യെസ്. നാളെ ഈ സമയത്ത് ഹരിത ഉറങ്ങിയായിരിക്കും. സാർ ഈ കറക്റ്റ് കിട്ടിയില്ല. സാറ് പറഞ്ഞത് കറക്റ്റ് ക്ലിയർ ആയില്ല. അല്ല, നാളെ ഈ സമയത്ത് ഹരിത ഉറങ്ങുകയായിരിക്കും. അതെങ്ങനെയാ പറയുന്നേന്നോ? ഞാൻ ചോദിച്ചു, നാളെ ഈ സമയത്ത് ഹരിത ഉറങ്ങുകയായിരിക്കും. Will you able to sleep? അങ്ങനെയല്ല, നാളെ ഈ സമയത്ത് ഹരിത ഉറങ്ങുകയായിരിക്കുമ്പോൾ ഞാൻ ഹരിതയോട് ചോദിച്ചപ്പോ ഞാൻ ഉറങ്ങിയായിരിക്കില്ല, നാളെ ഈ സമയത്ത് ഞാൻ ഉറങ്ങിയായിരിക്കില്ല എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. നാളെ ഞാൻ ഉറങ്ങുകയായിരിക്കില്ല. I will not be sleeping tomorrow. I will not be sleeping tomorrow.
Okay, that's it. I will not be attending the meeting at 3 p.m. tomorrow. Okay. I will not be attending. Correct. Yes. I will not, you be eating. Be madam. I will not eat lunch എന്ന് പറഞ്ഞാൽ സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ സിമ്പിൾ ഫ്യൂച്ചർ ആയി. നമുക്ക് വേണ്ടത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതിനകത്ത് സബ്ജക്റ്റ് will അല്ലെങ്കിൽ shall be verb ing. Okay. സെന്റൻസ് ശരിക്കും പറഞ്ഞത് കറക്റ്റ് ആണ്. അത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരുന്നു മാത്രം. ശരണ്യ പറയുന്നു I will not be using my phone during the class. Okay, ശരണ്യ, അത് കറക്റ്റ് ആണ് സെന്റൻസ്. I will not be using. Yes, കറക്റ്റ്. അപ്പൊ ഇവിടെ കിട്ടിയല്ലേ സബ്ജക്ട്. ഇനി വേറെ ആർക്കും പറയാനെങ്കിൽ പറയാം. ഞാൻ ആരും പേര് പറയുന്നില്ല, ഇങ്ങോട്ട് പറഞ്ഞോളൂ. യെസ്, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. 2-3 വാചകം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു തമ്പിട്ടാൽ മതി, ഞാൻ വിളിച്ചോളാം. യെസ്, I will not be using. ഫർസാന പറയുന്നു she will not be attending the class tomorrow. കറക്റ്റ് ആണ്. She will not be attending. സബ്ജക്റ്റ് will അല്ലെങ്കിൽ shall be verb plus ing ചെയ്യണം. ഇപ്പൊ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആ വില്ലിന്റെയും ബിയുടെയും ഇടക്ക് നമ്മളിപ്പോ എന്ത് ചേർത്തു? ഒരു നോട്ട് കൂടി ചേർത്തു. വ്യത്യാസം, വേറൊരു വ്യത്യാസമില്ല. അതിന്റെ ഇടയിൽ നമ്മളൊരു നോട്ട് കൂടി ചേർത്തു. That is only difference that you can see. Yes, that's it. Sir. Okay, ശരണ്യ കറക്റ്റ് ആണ്. ശരണ്യ യു ആ ഡ്രൈവിംഗ് ഉള്ള കൂടെ ഏജ് കൂടി ചേർക്കാം. ഡ്രൈവിംഗ് പറഞ്ഞോളൂ ഷൈനി. I will not be focusing the term tomorrow. Okay, Daisy, it is correct. She will not be playing cricket on the next day. Yes, correct. He will not be answering for any questions on that class. Yes, she will not be answering on any questions. Okay. I shall not be leaving you without my presence on your whole life. Yes. നല്ല വാചകങ്ങളാണല്ലോ ഷൈനി പറയണത്. വെരി ഗുഡ്. യെസ്, ജീവിതമായിരിക്കും ഷൈനി ഇതൊക്കെ പഠിപ്പിച്ചത് അല്ലേ? എവിടെയോ കേട്ടിട്ടുള്ള പോലെ. Yes, of course. 1000 പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന 10,000 പാഠങ്ങളെക്കാൾ വിലയുള്ളതാണ് ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ പാഠവും അല്ലേ? യെസ്, എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. Okay, Shani, you continue. That's also. Yes, very good. Okay, Shani, don't worry. I will not be able to attend the meeting tomorrow. Correct, Anupasida? Very good. I will not be able to attend the meeting tomorrow. Okay. Then, yes, our pretty detail. സബ്ജക്റ്റ് will അല്ലെങ്കിൽ shall be verb plus ing ആണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഷമീർ കറക്റ്റ് ആണ്. I will not be writing tomorrow. കറക്റ്റ്. യെസ്, ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ എന്ത് ചെയ്തു? ഒരു നോട്ട് കൂടി ചേർന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്, ചോദ്യമാണ്. പ്രസീത സെന്റൻസ് കറക്റ്റ് ആണ്. അത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരുന്നു മാത്രമേ, കാരണം അതിന്റെ അത് എന്ത് വന്നില്ല, ഇഞ്ചി വന്നിട്ടില്ല. സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചോദ്യമാക്കിയാണ്. ആയിരിക്കും. ഓക്കെ പ്രസീത, ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചോദിക്കുകയാണ്, ആയിരിക്കുമോ? നീ ജോലി ചെയ്യുകയായിരിക്കുമോ? ഓക്കെ, ഹരിത കറക്റ്റ് ആണ്. നീ പഠിപ്പിക്കുകയായിരിക്കുമോ? അവൾ ചിന്തിക്കുകയായിരിക്കുമോ? അവൻ ഉറങ്ങുകയായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. യെസ്. ഓക്കെ ശരണ്യ യു. ഓക്കെ ഫാത്തിമ ബീവി കറക്റ്റ്. യെസ്. അപ്പൊ നമുക്ക് പറയാം, ഇതൊരു ചോദ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വില്ലോ ഷാലോ ആദ്യം പറയാം. അപ്പൊ നമുക്ക് എന്താ പറയാം? വിൽ നിങ്ങൾ പഠിക്കുകയായിരിക്കുമോ? Will you be studying? ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. നിങ്ങൾ പഠിക്കുകയായിരിക്കുമോ? നമുക്കൊരു ഭംഗിയാക്കാം. നാളെ നിങ്ങൾ പഠിക്കുകയായിരിക്കുമോ? Will
you be studying tomorrow? അതാണ് നമുക്ക് ചോദിക്കാം. അവൾ ഉറങ്ങുകയായിരിക്കുമോ? Yes. Okay, Nancy. Okay, Fatima maybe correct ആണ്. അവൾ ഉറങ്ങുകയായിരിക്കുമോ? Will she be sleeping? Will she be sleeping? അവൾ ഉറങ്ങുകയായിരിക്കുമോ? നിങ്ങൾ ചിന്തിക്കുകയായിരിക്കുമോ? Will you be? Yes. Okay, Harida. Will you be thinking? നിങ്ങൾ ചിന്തിക്കുകയായിരിക്കുമോ? Will you be thinking? കിട്ടിയല്ലോ. വില്ലോ ഷാലോ ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. ഫർസാന, യെസ്, ഒരു 2-3 വാചകം പറഞ്ഞ്. വില്ലോ ഷാലോ ആദ്യം എന്റെ സൈസ് ഒരു ചോദ്യം ചോദിച്ച്. Will you not be attending the party this weekend? Yes, will you be attending the party this weekend? ഈ ആഴ്ചയുടെ അവസാനം നിങ്ങൾ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരിക്കും. Yes, okay, correct. Will you not be playing cricket? Yes, will you be playing cricket? Yes. Will you not be going to the study? Yes, okay. Very good, very good, very good. One more. One more. അവിടെ ഇരുന്നോടെ അങ്ങോട്ട് നോക്കിയാൽ മതി. Will you be? Will you be working the evening? Will you be working in the evening? Okay. ഇനിയുണ്ടോ വർഷക? ഇനി ആലോചിക്കണം സാർ, ഇത് പെട്ടെന്ന് കിട്ടിയത്. Okay, 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 okay. Very good, very good, very good. Yes. Okay. Very good, very good. Then ഇനി അടുത്ത പറയാൻ താല്പര്യം. വില്ല ആദ്യം വരുന്ന സൈസ് ഒരു ക്വസ്റ്റ്യൻ മോഡലില് who is ready to? Yes. Okay, ഷാനി കഴിഞ്ഞ് ഞാൻ ആൻസിയിലോട്ട് വരാം. അത് കഴിഞ്ഞാല് ഷാനിന്റെ അടിയിലോട്ട് വരാം. ഷാനി പറഞ്ഞു. സാർ നോട്ട് വേണമെന്ന് നിർബന്ധമില്ലല്ലോ? ഇല്ല. അപ്പൊ നോട്ട് വരുമ്പോ വേറൊരു അർത്ഥം വരും. ഓക്കെ, ഓക്കെ, ചോദിച്ചു തന്നെ. അതായത് ഒരു എക്സാമ്പിൾ പറയാം. യു വിൽ ബി റീഡിങ്. നീ വായിക്കുകയായിരിക്കും. യു വിൽ നോട്ട് ബി റീഡിങ്. നീ വായിക്കുകയായിരിക്കില്ല. വിൽ യു ബി റീഡിങ്. നീ വായിക്കുകയായിരിക്കുമോ? വിൽ യു ബി നോട്ട് റീഡിങ്. നീ വായിക്കുകയായിരിക്കില്ലേ? അല്ല, ഇതാ ഒരു അർത്ഥം. നോട്ട് ചേർക്കാം. അപ്പൊ ആയിരിക്കുമോ എന്നല്ല അർത്ഥം ചോദിക്കാം, ആയിരിക്കില്ലേ എന്നൊരു സാധനം. ഓക്കെ, നമ്മൾ ഇവിടെ പറയുന്നതിൽ നോട്ട് വേണമെന്നില്ല. നോട്ടിലാണ് പറയാം. പറയട്ടെ സാർ. Will you be joining the party? Will you be joining the party? Very good. Will you be planning to kill me? Will you be planning to kill me? Kaivitu poyallo Shani. Yes. Yeah. Will you be marrying me? Will you be marrying me? Yes. Will you marry me? നമ്മുടെ ഒരു സിനിമയില് മുകേഷ് ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ? Yes. Okay. Then. Will you be carrying this burden on your whole life? Yes. Okay. There will be support. Okay. Okay, Shani. Will you be noticing your mistakes? Yes. Will you be noticing your mistake? Oh, very good, very good. Yes. Will you be convincing her? Will you be convincing your answer? Okay. Yeah. Okay. Will you be convincing your answer, or will you be convincing your questions? Will you be convincing your doubt? Okay. Yes. That's all, sir. That is all. Okay, Nancy. Very good, very good. Shani for us. Nancy, പറഞ്ഞോളൂ. 2-3 words ഉള്ളൂ sir. Yes. Okay. പറഞ്ഞോളൂ. Will you be working late tonight? Yes. Will you be working tonight?
will she be joining us for a lunch? Will you be joining? Correct? Us for a lunch. Okay. Yeah, yes. പിന്നെ ശാലുകുട്ടി പറഞ്ഞൂടെ? ശാല എന്ന് പറഞ്ഞാൽ മതി. Okay. Shall we mean a meeting at the usual spot? Yes, okay. Will you be working tomorrow? Yes, will you be working tomorrow? Yes. അത്രയൊക്കെ ഉള്ളൂ സാർ, മൈൻഡിൽ അത്രയൊക്കെ. Okay, very good, very good. That's it. Very good, very good. Then Sharanya T. പറഞ്ഞോളൂ. Good afternoon, sir. Yes, yes, good afternoon. You start. Will you be joining us for lunch? Will you be joining us for lunch tomorrow? ഒരു ഭംഗിയായിരിക്കും കേട്ടോ. നാളെ ഞങ്ങളൊപ്പം ഭക്ഷണം കഴിക്കുകയായിരിക്കുമോ? Yes, very good, very good. Will she not be cooking dinner for tonight? Yes, will she be not? അത് കറക്റ്റ് ആണ് കേട്ടോ. ആയിരിക്കില്ലേ എന്ന് വരും നോക്കാം. ആയിരിക്കുമോ എന്നല്ല, ആയിരിക്കില്ലേ. Yes. Will you not be waiting for me after class? Yes, okay. Will you not be coming to class tomorrow? Yes. അത്രേ ഉള്ളൂ സർ. Yes. Very good, very good, very good, very good. Okay, Sharanya, very good, very good, very good. Yes. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 6 നമ്മൾ പറഞ്ഞു, മൊത്തം 12 ഉള്ളതിൽ 6 നമ്മൾ എത്തി. അപ്പൊ പകുതി നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി ബാക്കി ഒരു പകുതി കൂടി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഘട്ടമാണ് ഇപ്പൊ നമ്മൾ പൂർത്തിയാക്കിയത്. യെസ്. ഇനി പരീക്ഷയൊന്നും അല്ലട്ടോ, ഞാൻ വെറുതെ ഇവിടെ ഒരു വാചകം പറയും. അത് ചിലപ്പോൾ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും, സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ചിലപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിരിക്കും. നിങ്ങളത് മനസ്സിൽ നിന്ന് പറയാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഷാനി ഫിറോസ് ധൈര്യമുള്ള ആളെ ആദ്യം വിളിക്കാം. ഓക്കെ, ഞാനൊരു മലയാളം വാചകം പറയുന്നു. അവൾ പഠിക്കും. അവൾ പഠിക്കും. പഠിക്കും. അവൾ പഠിക്കും. ഇംഗ്ലീഷ്. Okay, Sister Daisy Cletus, she will study. Okay. പഠിക്കും എന്നല്ലേ പറഞ്ഞത്? പഠിക്കും. ഓക്കെ ഓക്കെ. ഞാൻ ഉറങ്ങുകയായിരുന്നു. I am sleeping. I am sleeping. ഞാൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, ഉറങ്ങുകയായിരുന്നു അല്ലേ? ഉറങ്ങുകയായിരുന്നു. I am അല്ല, I was sleeping. Very good. Okay, Prasida, correct answer. I was sleeping. Okay. That's it. And I was sleeping. Okay, Shiny, very good, very good, very good. Attention, your attempt is very good. Okay. Then, Sister Daisy Cletus. Yes, sir. ചുമ്മാ വെറുതെ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്. ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. Every day I am praying. Every day I am. ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയാകുന്നു എന്നല്ല, ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. Every day I will pray. Yes. Concentrate. അപ്പൊ വില്ല് വരുമ്പോ പ്രാർത്ഥിക്കും എന്നാവില്ലേ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. Every day I am praying. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയാകുന്നു എന്ന് വരില്ലേ? അപ്പൊ അതൊക്കെ വിട്ടിട്ട് മറ്റോ ഐ പ്രേ, അത് മതി. ഐ പ്രേ സബ്ജക്റ്റും വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്.
ഞാൻ പറഞ്ഞില്ലേ, അതൊരു സിമ്പിൾ പ്രസന്റ് എപ്പോഴും പതിവിനെ സൂചിപ്പിക്കുന്നതാണ്. ഐ പ്രേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് ഓർമ്മ കൊണ്ട് ചോദിക്കാം. ഓക്കെ പ്രസീത. അടുത്തത് അവൾ ചിന്തിക്കുകയാകുന്നു. She is thinking. Very good, correct. Very good, very good. She is thinking. Okay, very good, very good, very good. Yes. Then Prasida, Suresh Kumar. Yes. ഇനി ആർക്കെങ്കിലും സാറേ? Okay, Prasida, no problem, no problem. Yes, yes. Prasida is on duty, no problem. ഇനി ആർക്കെങ്കിലും പറയട്ടെ സാറേ? സാറിനോട് ചോദിച്ചു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. Okay, no problem, Prasida. Yes. സാറിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ പറയാൻ നോക്കാം. ഒന്ന് ഉറപ്പുള്ള സാർ ചോദിച്ചു നോക്ക്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് അവൾ ഉറങ്ങി. അവൾ ഉറങ്ങി. She slept. Very good. She slept. Simple past tense. Subject plus verb in the past tense. She slept. Okay, proceed. Correct. Now we'll okay. അവർ എന്നെ വിളിക്കുകയായിരിക്കും. അവർ എന്നെ വിളിക്കുകയായിരിക്കും. വിളിക്കുകയായിരുന്നു. ആയിരിക്കും. They were called me എന്നാണോ? Calling me എന്നാണോ? അപ്പൊ അവർ വിളിക്കുകയായിരുന്നു ആയിട്ട്. ആയിരുന്നു എന്നല്ല, ആയിരിക്കും. They were calling. Okay. ബി വേണോ അപ്പൊ ഇവിടെ? സർ ബി വേണോ? They were calling. അല്ല, they were. എനിക്ക് കറക്റ്റ് അതിന്റെ ഇത് കിട്ടിയിട്ടില്ല സർ. They were calling me എന്നാ. They will be calling me. Yes, very good. They will be calling me. They will be calling me. Yes, or not? That's it. ഞാൻ ഗ്രാമർ പഠിക്കുകയാണ്. ഞാൻ ഗ്രാമർ പഠിക്കുകയാകുന്നു. I'm studying. ഗ്രാമർ കറക്റ്റ് ആണ്. Studying. Okay, studying. Correct. Okay. I was studying grammar. Yes, very good. That's it. Very good. Very good. Thank you, sir. Okay. ഇനി ആരാണ്? ധൈര്യസമേതം. യെസ്. ഇല്ല അല്ലേ? കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒന്ന് പിടികിട്ടിയിട്ടുണ്ടല്ലോ. ഈ ടെൻസിന്റെയും അതിന്റെ അർത്ഥം കൂടി ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്കിനി അടുത്ത ഒരു ഘട്ടത്തിന്റെ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പിടികി വെക്കാം. അഞ്ജന എൻ. യെസ്, അഞ്ജന ഓൺ ഡ്യൂട്ടിയിലാണ്. നോ പ്രോബ്ലം. ഓക്കെ. വെരി ഗുഡ്. യെസ്. ദെൻ കല്യാണി. Good afternoon, sir. Yes, good afternoon, Kalyani. Yes. Kalyani, എവിടെയാ സ്വന്തം നാട്? ആലപ്പുഴ. Oh, yes. The land of backwaters. Yes. ഭർത്താവിന്റെ പേരെന്താണ്? സൂര്യനാഥ്. സൂര്യ.
ഭർത്താവിന്റെ പേര് സൂര്യനാഥ്. ആ യെസ് സർ. ഓ അടിപൊളി പേരാണല്ലോ. സൂര്യ. യെസ്, ഓക്കെ. ഇപ്പൊ ഞാൻ സിറ്റുവേഷൻ പറയുന്നുണ്ട് കൈകല്യാണി. രാവിലെ 9:30 ഭർത്താവ് ജോലിക്ക് പോയി. രാവിലെ 9:30 ഭർത്താവ് ജോലിക്ക് പോയി. 9:31 ഭർത്താവിന്റെ ഒരു ഫ്രണ്ട് ഭർത്താവെ അന്വേഷിച്ച് അവിടെ വന്നു. ടൈമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. രാവിലെ 9:30 ഭർത്താവ് ജോലിക്ക് പോയി, ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പോയി. 9:31 ഭർത്താവിന്റെ ഫ്രണ്ട് അവിടെ വന്നു. രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോയത്. ആ പുള്ളി ഈ വഴി വന്നു, ഭർത്താവ് ഈ വഴിയാണ് പോയത്. അത് കൂടെ കണ്ടില്ല. അപ്പൊ കല്യാണി വന്ന ഭർത്താവിന്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, അദ്ദേഹം ഇപ്പൊ അങ്ങോട്ട് പോയോളൂ. കല്യാണി പറയാം. അത് കേൾക്കുമ്പോ വന്ന ഫ്രണ്ടിന് തോന്നണം അധികം സമയമായിട്ടില്ല തോന്നുന്നു. അയ്യോ, ആ പുള്ളി എങ്ങനെ പറഞ്ഞു വിട്ടോളാം അല്ലേ? he will സിറ്റുവേഷൻ പിടികിട്ടില്ല. 9:30 ഭർത്താവ് പോയി, 9:31 ഫ്രണ്ട് വന്നു. അപ്പൊ അയാളോട് പറയുമ്പോ അയാൾക്ക് മനസ്സിലാവണം പോയിട്ട് അധികം നേരം ആയിട്ടില്ല. ഇനി ഇപ്പൊ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് കല്യാണിക്ക് അകത്തേക്ക് നോക്കാം. 9:31 ആയി. 9:30 പുള്ളി പോയി. സമയം 9:30 പോയത്. സമയം പറയാൻ പാടില്ല. സമയം പറയണ്ട. പിന്നെ ജസ്റ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ, അത് ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല, അത് ഉപയോഗിക്കണ്ട. അത് എന്ന് പറയാൻ നമുക്ക് ജസ്റ്റ് പോയെന്ന് പറയാം. അത് വേണ്ട. ജസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. സമയം പറയാൻ പാടില്ല. കല്യാണിക്ക് പറയാം. ആ പറയുന്നത് കേൾക്കുമ്പോ ഫ്രണ്ടിന് തോന്നണം പോയിട്ട് അധികം നേരമായിട്ടില്ല, പോയി കഴിഞ്ഞാൽ കാണാൻ പുള്ളിന്ന് പേരെത്തിരുന്ന കാണാൻ എനിക്ക് മനസ്സിലാക്കാൻ വേണം. he will be there in a few minutes. He will be few minutes. നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, സമയം പറയാൻ പാടില്ല, ജസ്റ്റ് പറയാൻ പാടില്ല. അതിന്റെ അകത്ത് ഒരു സാധനം കൂടി ചേർക്കരുത്. ഫ്യൂ മിനിറ്റ്സ് പറയാൻ പാടില്ല, മിനിറ്റ് പറയാൻ പാടില്ല. എനിക്ക് അറിയില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. മെർലിൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. He went. സെന്റൻസ് കറക്റ്റ് ആണ് മെർലിൻ. അത് ഇന്നലെയാണ് പോയതെങ്കിൽ നമുക്ക് അത് തന്നെ പറയാം. മിനിയന്നാളാണ് പോയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഹി വെന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്, അവൻ പോയി. യെസ്. അപ്പൊ അത് കേൾക്കുമ്പോ ഈ ഫ്രണ്ടിന് തോന്നും എപ്പോ പോയി, നേരത്തെ പോയല്ലോ എന്താണ് ചിന്തിക്കുള്ളൂ. ഹി വെന്റ് എന്ന് പറഞ്ഞു അങ്ങനെ തോന്നരുത്. പോയിട്ട് അധിക സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. ഈ വെന്റ് സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ അത് 1 മണിക്കൂർ മുമ്പ് പോയാലും തലേ ദിവസം പോയാലും ഹി വെന്റ് എന്ന് തന്നെയാണ് പറയും. He went to just 2 minutes. ജസ്റ്റ് നമ്മൾ നിരോധിച്ചേക്കുന്ന വാക്കാണ് എന്റെ ബന്ധനെ. ജസ്റ്റിന് വിട്ട് കളി. He passed away. അതാണ് ഉദ്ദേശിച്ചത്. തട്ടിപ്പോയി നടത്തം. യെസ്. ഹി ലെഫ്റ്റ്. നാൻസി പറയുന്ന moments ago. അവിടെ നിൽക്കട്ടെ നാൻസി, നമുക്ക് വരാം. എനിക്ക് വേറെ എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഹസ്ബൻഡ് went to work a little while ago. ഓക്കെ. അപ്പൊ നമ്മൾ പറയുമ്പോ അദ്ദേഹം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഹീ എന്ന് വെച്ച് നമുക്ക് പറയാം. ഓക്കെ. കല്യാണി ഇവിടെ നിൽക്കട്ടെ കേട്ടോ, നമുക്ക് റെഡിയാക്കാം. പറയുന്നു he went to work before you enter here. എന്റെ പുള്ളിയാണ് പോയത്. He left right before you came. Okay, Nancy. Sir, ഞാൻ പറയട്ടെ. ശരി, ഞാൻ പറഞ്ഞോളൂ.
He has gone 1 minute before you came. Yes. അവിടെ നിൽക്കട്ടെ ശരി. Yes. ഫർസാന പറയുന്നു already left. Okay. സാർ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. My husband is going in few minutes. My husband is going 2 minutes. അവിടെ നിൽക്കട്ടെ ഹരിത, നമുക്ക് പരിഗണിക്കാം. യെസ്. ഓക്കെ, അപ്പൊ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മനസ്സിലത് വന്നല്ലോ. യെസ്. നമ്മൾ ഈ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ടെൻസ് പറയുമ്പോഴും അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു കാലമുണ്ട്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ പതിവിനെ സൂചിപ്പിക്കുന്നു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞു പോയത്. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വരാൻ പോകുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നേരത്തെ നടന്നുകൊണ്ടിരുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. യെസ്. അപ്പൊ നമുക്കറിയാം, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാല് ആ വെർബിന് നമ്മൾ 3 കാലങ്ങൾ പറയും. ഒന്ന് പ്രസന്റ്, ഒന്ന് പാസ്റ്റ്, പിന്നെ ഒന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിന് നമ്മൾ വേറൊരു പേര് കൂടി പറയും, V1, V2 and V3. V1, V2 and V3. വെർബിന്റെ ബേസ് ഫോം, സെക്കൻഡ് ഫോം ആൻഡ് തേർഡ് ഫോം. അങ്ങനെ പേര് പറയും. അപ്പൊ നമുക്ക് പറയാം, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാല് ആ വെർബിന് ഓക്കെ പ്രസീത, ഞാൻ വരാം. ഒരു വെർബ് എടുത്തു കഴിഞ്ഞാല് അതിന്റെ അകത്ത് 3 കാലങ്ങൾ പറയാൻ പറ്റും. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി ഗോ പ്രസന്റ് ടെൻസ് ആണ്, വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്, ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഗോ പോവുക, വെന്റ് പോയി. സലീന സറാജ്. യെസ്. ഫാത്തിമത്തെ. യെസ്. ഓക്കെ. ഷാമിർ റാഷിദ്. യെസ്. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഗോ പ്രസന്റ് ടെൻസ് ആണ്, വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. ഞാൻ ചോദിക്കാൻ പോയി ചോദ്യം ഇതാണ്, ഈ ഗോൺ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഗോ പോവുക, വെന്റ് പോയി, then gone. ഗോ പോവുക അല്ലേ സാർ? ഗോ പോവുക. പോയി. ഷാനി ഫിറോസ് പറയുന്നു പോയിരുന്നു, ഫർസാന പറയുന്നു പോയി. പോയി എന്നാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. യെസ്, ഗോൺ. ടേക്ക് എടുക്കുക, പാസ്റ്റ് ടുക്ക് എടുത്തു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൻ. പോയിട്ടുണ്ടായിരുന്നു എന്ന് വല്ലതും പറയുന്നു. പോയിട്ടുണ്ടായിരുന്നു. ജാൻസി പറയുന്നു പോയി എന്ന് കല്യാണി പറയുന്നു. ജാൻസി എന്താ പറഞ്ഞത്? പോയിട്ടുണ്ട് എന്നുള്ള വാട്ടാണോ? പോയിട്ടുണ്ട്. യെസ്. യെസ്. അപ്പോ ഈ വക കാര്യങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിപ്പോ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെ 6 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോ നമുക്കത് അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കല്ലേ. യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് അതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കാം. 1 മിനിറ്റ്. ഇപ്പോൾ പോയി ഫർസാന പറയുന്നു, ഇപ്പോൾ പോയി. ചെറിയ വ്യത്യാസമുണ്ട് ഫർസാന, നമുക്ക് റെഡിയാക്കാം. ഓക്കെ. സാറേ, ഈ ഹാസ് ഗോൺ ടു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോയിട്ടുണ്ട് എന്നാണോ അർത്ഥം? യെസ്. അപ്പൊ ഓക്കെ, ഇവിടെ വേറെ നമ്മുടെ ശരണ്യ ടീം അത് തന്നെയാണ് പറഞ്ഞത്. യെസ്. ഓക്കെ 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 ഓക്കെ. നമുക്ക് അതിനെ കുറിച്ച് കൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഡോണ്ട് വറി. ഓക്കെ ഓക്കെ. കുറച്ച് പേര് ഇതിന്റെ ഉള്ളില് ശരീരം അടുത്തുകൂടെ പോയിട്ടുണ്ട്.
യെസ്, കറക്റ്റ് ശരിയായ ആൻസറിന്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ട്. യെസ്, ആർക്കൊഴിഞ്ഞു പറയട്ടെ, ടൈപ്പ് ചെയ്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ 4 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഒരു ചോദ്യങ്ങൾ. അതിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. എസ്, എസ് മീൻസ് സെയിം. ഓക്കെ, അപ്പൊ എസ്സിൽ ആരംഭിക്കുന്ന രീതിയിൽ നിങ്ങൾ ആൻസർ പറയണം. എ, ഞാൻ ഇംഗ്ലീഷ് മീനിങ് ആണ് പറയുന്നത്. എ ഡേറ്റി, DIRT, a dirty mark on something. A dirty mark on something. പറയുന്നൊരു എസ് തുടങ്ങുന്ന ഒരു വേർഡ് ഉണ്ട്. സ്റ്റിക്കർ അല്ല. ഫർസാന കറക്റ്റ് ആൻസർ. ഞാൻ മാർക്ക് രേഖപ്പെടുത്തുന്നതിന് ഇപ്പൊ തന്നെ കഴിയും. ഷാനി ഫിറോസ് കറക്റ്റ് ആൻസർ ആണ്. സ്റ്റെയിൻ ആണ്. STAIN, സ്റ്റെയിൻ. സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ മെർലിൻ, ഓക്കെ ഹരിത, കാരണം കറ എന്ന് നമ്മൾ പറയില്ലേ, കറ. യെസ്, അതിന്റെ ആ അർത്ഥമാണ് അതിനുള്ളത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റെയിൻ ആണ്. ഡേറ്റി മാർക്കുന്നതിൽ മോശമായ അടയാളം. വെരി ഗുഡ് ഫർസാന. ഇനി അടുത്തത് ഒരു ചീക്കന ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: അയൺ മാൻ, IRONMAN, അയൺ മാൻ. അതിന്റെ അപ്പോസ്ട്രോഫീസ് ഇട്ടേക്കുന്നു. അയൺ മാൻസ് ഇൻഡസ്ട്രി is known as dash. Iron man's industry is known as dash. ഇത് ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നിങ്ങൾ ഈ വേർഡ് കേട്ടിട്ട് ആൻസർ കേട്ടിട്ടുണ്ടോ? കണ്ടുണ്ടോ? മിനിസ്ട്രിയില്ല, എമ്മിലല്ല, എസ്സിൽ തുടങ്ങണം കല്യാണി. എസ്. അയൺ മാൻസ് ഇൻഡസ്ട്രി. ഫർസാന, ഇറ്റ് ഈസ് വെരി ഗുഡ് ആൻസർ. വെരി ഗുഡ് ഫർസാന, യു ആർ ജീനിയസ്. Merlin is a correct answer. Shani Firoz, very good. That is called stock industry. Stock industry. യുദ്ധോപകരണങ്ങളൊക്കെ ഉണ്ടാക്കുക, അതിനെയാണ് അയൺ മാൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ അവർ ഉപയോഗിക്കുന്ന തോക്കിന്റെ ഒക്കെ സൈഡിൽ ഈ പേര് എഴുതിയിട്ടുണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അതിന്റെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ മതി. If you have a deep, DEP, deep cut, CUT, cut. If you have a deep cut, you need dash. Sharp alla. Okay. ഫർസാന അതിന് മുമ്പ് പറഞ്ഞ വാക്ക് നമുക്ക് ഉപയോഗിക്കാം. സർജറി, എസ്, അല്ലെങ്കിൽ സ്റ്റിച്ചസ്. നിങ്ങൾക്ക് ആഴത്തിലുള്ള വെരി ഗുഡ്. ഓക്കെ മെർലിൻ, ഓക്കെ. ഒരു മുറിവുണ്ടായ, കട്ട് മീൻസ് മുറിവാണ്. നിങ്ങൾക്ക് പിന്നെ വേണ്ടതാണ് ഒരു സ്റ്റിച്ചാണ് ഓർ സർജറിയാണ്. യെസ്, ഓക്കെ. രണ്ടായാലും എസ് ആരംഭിക്കും. ഓക്കെ, ഷഫീഡ കറക്റ്റാണ്. അടുത്തത് ഞാൻ 2-3 വാക്കുകൾ പറയാം. അതിനോട് സൈമൾട്ടേനിയസ് ആയിട്ട് വരുന്ന അടുത്ത വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, എസ്സിൽ ആരംഭിക്കണം. ലൈറ്റനിങ്, കോമ, തണ്ടർ, കോമ, റെയിൻ, കോമ. അടുത്ത വാക്ക് നിങ്ങൾ പറയാം. ലൈറ്റനിങ്, കല്യാണി എസ്സിൽ തുടങ്ങട്ടെ. എസ്. ലൈറ്റനിങ്, തണ്ടർ, റെയിൻ. ഓക്കെ ഷമീർ, കറക്റ്റ് ആൻസർ സ്റ്റോം ആണ്. സ്റ്റോം, കാറ്റ്. ഓക്കെ ഷാനി ഫിറോസ്, ശരണ്യ, ഓക്കെ ഫർസാന, ഹരിത, കറക്റ്റ് ആൻസർ. യെസ്, മെർലിൻ, കറക്റ്റ് ആൻസർ. യെസ്, STOR, സ്റ്റോം, കറക്റ്റ് ആൻസർ. ഓക്കെ പ്രസീത, കറക്റ്റ് ആൻസർ. അടുത്തത് എ സ്റ്റോൺ, STONE, സ്റ്റോൺ, or metal figure. A stone
or metal figure is dash. A stone or metal figure is dash. Yes, Farsana, correct answer. Statue. Farsana, Merlin, Harida, Shani Feroz, Shafina, correct answer. Very good, very good, very good, very good. Okay, Prasida, Shafina, correct answer. Statue. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. Yes. A big, B-H, big. Piece. Piece എന്നുള്ളതിന് P-I-E-C-E piece. A big piece of cooked, C-O-O-K-E-D, cooked meat, M-E-A-T. A big piece of Anjana, correct answer. Yes. Okay, Anjana, Shamir, Farsana, Berlin. Yes, steak, S-T-E-A-K. Very good, very good, very good. Yes. നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആൾക്കാരല്ല, വേറെ അല്ലേ. ഓക്കെ പ്രസീത, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ 2-3 മിനിറ്റ് ബാലൻസ് ഉള്ളതുകൊണ്ടാണ് അത് ചോദിച്ചത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. We will meet in the next class. Okay, bye. Thank you, Thank you, sir. sir. Okay. Okay. Thank you. Okay. Okay. Thank you, sir. Have a nice day. Okay.